ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെന്താ പരിപാടി? ഞങ്ങൾക്ക് ഇന്നൊരു മീറ്റപ്പ് ഉണ്ട്. ഞങ്ങളുടെ 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവരെല്ലാം വൈകിട്ടല്ല, ഒരു ഉച്ചയ്ക്ക് 12 മണിയോടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം ചക്ക വാങ്ങിച്ചു, പഴുത്ത ചക്കയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അവരെന്നെ പറ്റിച്ച് ഗൈസ്, പറ്റിച്ചിട്ട് അവരെനിക്ക് പച്ചച്ചക്ക തന്നു. പക്ഷേ ഞാൻ അതിലൊന്നും തളർന്നില്ല. ഞാനത് ചക്ക വറുത്തതുണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആ എണ്ണയിൽ തന്നെ കുറച്ച് പപ്പടവും പിന്നെ നമ്മുടെ തൈരുമുളകുണ്ടല്ലോ. സോ തൈരുമുളകൊക്കെ നമ്മുടെ ഫേവറേറ്റ് ലഞ്ച് ബോക്സ് ഐറ്റമാണ്. ഇനി അടുത്ത ഐറ്റം നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉപ്പും വിനീഗറും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മുളക് പൊടിയും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഗ്ലോബിക്ക. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കണം മോനെ. കിടിലൻ ചമ്മന്തിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് കേട്ടോ. സോ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. പിന്നെ അതിൻ്റെ അടുത്തുള്ള നെക്സ്റ്റ് ഐറ്റമാണ് നമ്മുടെ മോരുകറി. സോ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേര മുളക് കറി വെച്ച് അടിപൊളിയായിരുന്നു. സോ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കി, ബീഫ് കട്ട്ലേറ്റ് കേട്ടോ. സോ അതെല്ലാം ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡിലൊരു തോരനും കൂടെ വേണ്ടല്ലോ. സോ പപ്പരയ്ക്ക തോരനും വെച്ച്, അതിൻ്റെ പുറമെ ഇവൾമാർ മന്തിയും കൂടെ വാങ്ങിച്ചു. അത് മാത്രമായിട്ട് ഒതുങ്ങുമെന്ന് തോന്നിയില്ല. അങ്ങനെ പിന്നെ മന്തിയും വാങ്ങിച്ചത് ഇതാണ്. ഞങ്ങളുടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബാക്കി ഐറ്റം ഇച്ചിരി കരിമീൻ പൊള്ളിച്ചതും ചെമ്മീൻ പൊരിച്ചതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ചോറ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ മെനു വിത്ത് മന്തി. അപ്പോൾ ഇത് എല്ലാവരുമായിട്ട് പയ്യെ വന്നു. ഞങ്ങളൊരു വലിയ വാഴയില വിരിച്ച് ആദ്യം ഒരു റൗണ്ട് മന്തി പോയി. പിന്നെ അടുത്ത റൗണ്ട് നമ്മുടെ ചോറും ചമ്മന്തിയും അതൊക്കെ ഓടി, ഞങ്ങളുടെ കരിമീനും എല്ലാം തീർത്ത്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് ഫുള്ള് ഞങ്ങളുടെ അലമ്പ് വർത്തമാനങ്ങളായിരുന്നു. കാക്കക്കൂട്ടി കല്ലറിൻ്റെ അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ 16 ഇത് ഇരിക്കുന്നുണ്ടോ 3 അപ്പോൾ ടോട്ടൽ നമുക്ക് 5 പിള്ളേരുണ്ടായിരുന്നു ഇന്നലെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അവരെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി ഗൈസ്. ഇതൊക്കെയാണ്. മറിയം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ദേ ഹാരിന കൊണ്ടുവന്ന ഗിഫ്റ്റാട്ടോ. അവിടെ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു എങ്ങനെ വാങ്ങിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവൾ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ബാക്കി മിഠായി. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റിൻ്റെ ഇത് എടുക്കണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അവിടെ ചെന്ന് എല്ലാം അലമ്പായി. എനിക്ക് അതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ സാധനം എടുത്തുകൊണ്ട് ഞാനങ്ങ് ഓടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കല്യാണപ്പെണ്ണിന് സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊക്കെ നേരത്തെ കിട്ടിപ്പോയി ഗൈസ്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ. ഇത് കുനാഫ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, എല്ലാ സംഭവം ഉണ്ടായിരുന്നു. ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള തമ്മിത്തല്ലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ടൂർ ഡിസ്കഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് ടുഗെദർ. അതല്ലടി ഒന്ന് ഗ്രൂപ്പ്. പിന്നെ അത് നോർമൽ സീറ്റിംഗ് നമുക്കുള്ളത്. പിന്നെ ഓവർനൈറ്റ് നമ്മൾ പട്ടായ ഹോട്ടലിൽ നമ്മൾ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നു. പിന്നെ അതിന്റെ ഡേ 2 നമ്മൾ കോറൽ ഐലൻഡിൽ പോകും. അതായത് ഇൻക്ലൂഡഡ്, അതായത് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ്. പിന്നെ നമുക്ക് ചെക്ക് ഇൻ പട്ടായ ഹോട്ടലിൽ ചെക്കിങ്. പിന്നെ അടുത്ത ഈവനിങ് അതായത് കോവിഡ് അത് കൊണ്ടുവന്നു, പക്ഷെ ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചു, തിരിച്ചു വെച്ചു. വീഡിയോ സംസാരിച്ചു ഇവിടെ പിന്നെ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നിന്നെ നോക്കട്ടെ, ആ ചോരം തരാൻ എടാ ഹാസിക്കേ പണ്ട് നമ്മള് കൈയിട്ട് കോരി എടുക്കത്തില്ല. എടുത്തിട്ട് ബാക്കി കൊച്ചിനെ കൂടെ ചേർത്ത് കൊടുത്തതാ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. കടിക്കടി
അമ്മേടെ പൊന്നാണ്, അമ്മേടെ പൊന്ന, അമ്മേടെ എടുത്തോണ്ട് അവിടെയൊക്കെ നടക്കും. അമ്മേടെ പൊന്ന. കുറച്ച് എടുത്തോണ്ട് അങ്ങോട്ട് സോറി സോറി അമ്മയുടെ പോയിന്റ് അതെ നേരത്തെ പ്രസവിക്കണ്ടായിരുന്നു. എല്ലാരും നോക്കുവാ മാറി മാറിയ. കേളി ഹെയർ ആണല്ലോ ബേബിയുടെ. ചേട്ടനെ കൊല്ലും. വീഡിയോ എടുത്തു.